വേനൽ കടുത്തതോടെ തൃക്കരിപ്പൂർ വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് രൂക്ഷമായ ശുദ്ധജലക്ഷാമം നേരിടുന്നത്. താൽക്കാലികമായി വെള്ളം വിതരണം ചെയ്യുന്നതിൽ പോലും അധികൃതർ കടുത്ത നിസ്സംഗതയും അലംഭാവവും പുലർത്തുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വേനൽ കടുത്തതോടെ തൃക്കരിപ്പൂർ വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് രൂക്ഷമായ ശുദ്ധജലക്ഷാമം നേരിടുന്നത്. താൽക്കാലികമായി വെള്ളം വിതരണം ചെയ്യുന്നതിൽ പോലും അധികൃതർ കടുത്ത നിസ്സംഗതയും അലംഭാവവും പുലർത്തുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. 2 പഞ്ചായത്തുകളിലും ജല അതോറിറ്റിക്ക് കീഴിലുള്ള പദ്ധതികളുടെ വിപുലീകരണം വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ജലത്തിനായി നെട്ടോട്ടം ഈ വേനലിലും തുടരുകയാണ്. ജലവിതരണത്തിനായി നവീകരണവും വിപുലീകരണവും നടത്താനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ദാഹനീരിനു പോലും വിലങ്ങിടുന്ന സാഹചര്യം ബന്ധപ്പെട്ടവർ സൃഷ്ടിക്കുന്നുവെന്ന പരാതിയാണ് ഉയരുന്നത്. കൊടിയ വേനൽ നിമിത്തം പദ്ധതി കിണറുകളിൽ ജലക്ഷാമം നേരിട്ടതോടെയാണ് ഒട്ടേറെ കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ പലയിടങ്ങളിലും ദുരിതം അനുഭവിക്കുന്നത്. പമ്പിങ്ങിൽ നിയന്ത്രണം വന്നതോടെ ടാപ്പിന് മുന്നിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ശുദ്ധജലക്ഷാമം നേരിടുന്ന കുടുംബങ്ങളിൽ താൽക്കാലികമായി വെള്ളം വിതരണം ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവയും പരിഹാരമാവുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 2 ദിവസങ്ങളിൽ ഒരിക്കൽ വെള്ളം ലഭിക്കുന്ന രീതിയിലാണ് തീരദേശ പഞ്ചായത്തുകളിലെല്ലാം നടന്നു വരുന്നത്. പലയിടത്തും പൊതു ടാപ്പുകൾ ഒഴിവാക്കിയെങ്കിലും ബാക്കിയുള്ള പൊതു ടാപ്പുകൾക്ക് മുന്നിൽ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.